അപകടം എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ല. മനഃപൂർവ്വം ഞാൻ വാഹനം കൊണ്ട് ഒരാളെ ഇടിച്ച് അപകടത്തിൽപ്പെടുത്തുന്നില്ല. ഒന്ന്, കാരണം ഞാൻ രൂപ കൊടുത്ത് വാങ്ങി എൻ്റെ വാഹനം കൊണ്ട് ഞാൻ വേറൊരു വാഹനത്തെ ഇടിച്ച് അപകടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ 2 വാഹനാപകടം ഉണ്ടാകുമ്പം ഇവർ തമ്മിൽ ഇതിന് മുൻ പരിചയം പോലും കാണത്തില്ല. അപ്പോൾ അവർ മനഃപൂർവ്വമാണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നമ്മളെപ്പോഴും പറയും യാദൃശ്ചികമായിട്ടുണ്ടാകുന്ന വാഹനാപകടങ്ങൾ, അതിലെ പരിക്ക് പറ്റാം. ചില ആൾക്കാർക്ക് പരിക്ക് പറ്റും. ഒരു 4 വീലർ വന്ന് 2 വീലർ ഇടിച്ച് അയാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന അപകടങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറയുന്നു വാഹനാപകടത്തിലാണ്, തട്ടിയ വാഹനം അറിയാമോ, അതിൻ്റെ നമ്പർ പറയുന്നു വാഹനാപകടമാണ്. ആ ഹോസ്പിറ്റലിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ അന്നേ ദിവസം ഒരു ഇൻറ്റിമേഷൻ ഏത് സ്റ്റേഷൻ പരിധി വെച്ചാണോ ഈ സംഭവം ഉണ്ടായത് അത് സ്റ്റേഷൻ നമ്മൾ പറയണം, നമ്മൾ ഇന്ന സ്പോട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ അവിടെ ഹെഡ് പോസ്റ്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അതാത് സ്റ്റേഷനുകളിലേക്ക് ഇത് അയച്ചു കൊടുക്കും, ഇൻറ്റിമേഷൻ അയക്കാൻ പറയും. അപ്പോൾ അതും പ്രകാരം നമ്മൾ ആ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വന്ന് മൊഴിയെടുത്ത് നമുക്ക് ഒടിവുണ്ട്, അപ്പം നമുക്ക് പൊട്ടലുണ്ട്, മൊഴിയെടുത്ത് നമ്മളത് കേസ് രജിസ്റ്റർ ചെയ്യും. RTA കേസുകൾ രജിസ്റ്റർ ചെയ്യാം. അത് ആ ഏത് അപകടം നടന്ന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. വേറൊരു പോലീസ് സ്റ്റേഷൻ എടുത്താലും നമ്മളത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്, അന്വേഷണത്തിനായിട്ട് ആ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. നേരെ മറിച്ച് ഈ അപകടത്തിൽ 2 പേർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ വാഹനങ്ങൾക്ക് ഡാമേജ് ഉണ്ട്. വലിയ ഡാമേജുകളാണെങ്കിൽ നമുക്ക് ഒരു പരസ്പരം ധനസഹായമോ അല്ലെങ്കിൽ ഒരു GD എൻട്രിയിലോ പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് മൊഴി പറഞ്ഞ് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവശ്യമായ ഉണ്ടാപത്തിൽ എൻ്റെ വാഹനത്തിന് ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട്, അപ്പോൾ അത് കേസെടുത്ത് നമ്മൾ RTA വിളിച്ച് ആ വാഹനങ്ങൾ 2 ഇൻസ്പെക്റ്റ് ചെയ്ത് അതൊരു RTA കേസിന് എങ്ങനെയാണോ നടപടിക്രമങ്ങൾ, പരിക്ക് പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ബാക്കിയെല്ലാ നടപടിക്രമങ്ങളും അവിടെ കിടക്കും. വാഹനങ്ങൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ പറയുന്നിടത്ത് കൊണ്ടുവരണം. RTA ഒന്ന് പരിശോധിക്കുന്നു, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അതും പ്രകാരം കോടതിയിൽ പോയിട്ട് നമ്മുടെ കോടതിയിൽ വെച്ചിട്ട് ഇൻഷുറൻസിന് ക്ലെയിം ചെയ്തെടുക്കുന്ന ഒരു നടപടി രീതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാരമായ കേടുപാടുകളെ, ചെറിയ കേടുപാടുകളെ ഉള്ളെങ്കിൽ നമ്മളത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് GD എൻട്രി, അതായത് ഞാൻ കോട്ടയത്തേക്ക് വാഹനം ഓടിച്ചു വരുമ്പോൾ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ വെച്ച് എൻ്റെ എതിർവശത്തേക്ക് വന്ന ഒരു വാഹനം എൻ്റെ വാഹനത്തിൽ തട്ടി എൻ്റെ വാഹനത്തിൻ്റെ ബോണറ്റ് അല്ലെ ഫ്രണ്ട് വൈസർ അല്ലെ അങ്ങനെ കുറേ ഭാഗങ്ങൾ ഡാമേജ് പറ്റിയിട്ടുണ്ട്. എതിർവാഹനത്തിനും ഇതേപോലെ പരിക്ക് പറ്റും. ഈ അപകടത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കും മറ്റ് പരിക്കുകളൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ നഷ്ടം നികത്താനുള്ള നടപടി ചെയ്തു തരണം എന്ന് പറഞ്ഞ് നമ്മളൊരു അപേക്ഷ അയക്കണം.